മൂന്ന് കൂട്ടരാണ് സഹോദരങ്ങളെ ദുനിയാവിലുള്ളത്. ഒന്ന് വലിയ, മറ്റൊന്ന് ഫഖീർ, മൂന്നാമത്തത് മിസ്കീൻ. ശരിക്കും മനസ്സിലാക്കണം. ഫഖീർ എന്ന് പറഞ്ഞാൽ ദരിദ്രനാണ്. അള്ളാഹു അക്കൂട്ടത്തിൽ നമ്മളെ കാക്കുമാറാവട്ടെ. ദരിദ്രനാവണ്ട, എന്തായാൽ മതി, പാവപ്പെട്ടവനായാൽ മതി, മിസ്കീനായാൽ മതി. ദരിദ്രൻ, ഫഖീർ എന്ന് പറയുന്ന ഒരു തസ്തിക, അത് ഏറ്റവും താഴത്തെ തട്ടാണ്. ആ ഒരു തട്ടിലേക്ക് നമ്മൾ പോകരുത്. അതിനെ തൊട്ട് എപ്പോഴും കാവൽ തേടണം. ഫഖർ വന്നാൽ തീർച്ചയായിട്ടും അത് കുഫറിലേക്ക് കൊണ്ടുപോയി എത്തിക്കാൻ ചാൻസ് ഉണ്ട്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ചിലപ്പോൾ വ്യഭിചരിക്കാൻ വരെ അതിനുവേണ്ടി തയ്യാറായി പോകും സഹോദരിമാർ. അതിനുവേണ്ടി തന്നെ സ്വന്തം ഔറത്ത് വെളിവാക്കിയേക്കാം. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഫഖർ വന്നാൽ അങ്ങനെയാണ്. മനുഷ്യൻ മതമാറാം, അവന്റെ ആദർശമൊക്കെ വ്യതിയാനം വരാം. മിസ്കീനായി ജീവിച്ചാൽ മതി. അല്ലാഹുമ്മ അഹീനി മിസ്കീനാ വഅമിത്നി മിസ്കീനാ വഹ്ശുർനി ഫീ സുംറത്തിൽ മസാകീൻ. അല്ലാഹുവേ, പാവപ്പെട്ടവനായി എന്നെ നീ ജീവിപ്പിക്കണേ അല്ലാ. പാവപ്പെട്ടവനായി എന്നെ നീ മരിപ്പിക്കണേ അല്ലാ. പാവപ്പെട്ടവരോടൊപ്പം എന്നെ മഹ്ശറിൽ എന്നെ നീ പുനർജീവിപ്പിക്കണേ അല്ലാ. എന്നെ മഹ്ശറിൽ ഒരുമിപ്പിക്കുമ്പോ പാവപ്പെട്ടവരുടെ ഇടയിലാക്കണേ അല്ലാ. ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദുആണ്, പ്രാർത്ഥനയാണ്. അല്ലാഹുവിന്റെ റസൂൽ ആരാണ്? അറബ് നാട്ടിലെ മാമലകൾ മുഴുവനും കനക കൊട്ടാരമായി തിരുസവിധത്തിലേക്ക് തരട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് ചോദിക്കുമ്പോ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പരിത്യാഗത്തിന്റെ ആത്മീയ വലയത്തിലേക്ക് ഉൾവലിഞ്ഞ് ലോകത്തിന് മുഴുവനും മാതൃക കാട്ടിയതായ ഒരേ ഒരു നേതാവ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ പ്രവാചകരുടെ പ്രാർത്ഥനയാണ്, അല്ലാഹുവേ, എന്നെ നീ മിസ്കീനിനോടൊപ്പം ജീവിപ്പിക്കണേ അല്ലാ. മിസ്കീനായി മരിപ്പിക്കണേ അല്ലാ. മിസ്കീന്മാരോടൊപ്പം നാളെ മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ.